ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ പരിശീലകനെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ സൈനിങ് പൂർത്തിയായിട്ടില്ല. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇത് അനൗൺസ്മെന്റ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്രയും വിവരങ്ങളാണ് മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുള്ളത്. ആരായിരിക്കും ആ പരിശീലകൻ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു സ്പാനിഷ് പരിശീലകനാണ് വരുന്നത് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. റെജിൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്പാനിഷ് പരിശീലകൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ 2 റൂമറുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒരാൾ സെർജിയോ ലൊബേറയാണ്. നമുക്കറിയാം, അദ്ദേഹം സ്പെയിനുകാരനാണ്. ഒഡീഷ വിട്ടുകൊണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള റൂമറുകൾ ഒരുപാട് കാലമായി പ്രചരിക്കുന്നു. അപ്പോൾ സെർജിയോ ലൊബേറ അവിടെ ഒരു സാധ്യതയാണ്. മറ്റൊരു സാധ്യത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഡേവിഡ് ഡോണിഗയാണ്. സ്പാനിഷ് പരിശീലകനാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനാണ് ഡേവിഡ് ഡോണിഗ. അതായത് പല പ്രധാനപ്പെട്ട ക്ലബ്ബുകളിലും അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് വർക്ക് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒളിമ്പിയാക്കോസ്, റയൽ ബെറ്റിസ്, മലാഗ, അതുപോലെ തന്നെ പനാമ തുടങ്ങിയ പല ടീമുകളിലും അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് ഇദ്ദേഹം തുടർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് എൽ സാൽവദോറിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. 43 വയസ്സുള്ള ഒരു സ്പാനിഷ് പരിശീലകനാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകും എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല, കേവലം റൂമറുകൾ മാത്രമാണ്. ഏതായാലും സെർജിയോ ലൊബേറ, ഡേവിഡ് ഡോണിഗ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇനിയിപ്പോൾ മറ്റാരെങ്കിലും ആവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.